നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. FC ബാഴ്സലോണ ലലീഗയിൽ നിന്ന് കളിക്കാനിറങ്ങുകയാണ്. എതിരാളികൾ ഒവീഡയാണ്. രാത്രി ഇന്ത്യൻ സമയം 1 മണിക്കാണ് മത്സരത്തിനുള്ള സ്ക്വാഡിലേക്ക് ലമീൻ യമാൽ മടങ്ങിയെത്തുമോ എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കിയിരുന്നത്. എന്നാൽ ഇന്നത്തെ സ്ക്വാഡിലും അദ്ദേഹം ഇല്ല. അദ്ദേഹം മടങ്ങി വരവിൻ്റെ തൊട്ടരികിലാണ് എന്നൊക്കെ കോച്ച് ഹൻസി ഫ്ലിക്ക് പറയുന്നുണ്ട്. ഇന്നും പക്ഷേ ഉൾപ്പെടുത്തിയിട്ടില്ല. പൂർണ്ണ ഫിറ്റായതിന് ശേഷം മാത്രമേ താരത്തെ കളിപ്പിക്കുകയുള്ളൂ എന്ന് വ്യക്തമാണ്. ഈ കളിക്കുള്ള ബാഴ്സലോണയുടെ സ്ക്വാഡ് ഇപ്പോൾ ഒഫീഷ്യലി പ്രഖ്യാപിച്ചിട്ടുണ്ട്. സ്ക്വാഡ് നമ്മൾ നോക്കിയാണ്. ഗോൾ കീപ്പർമാരായിട്ട് ജോയൻ ഗാർഷ്യ, ഷെസ്നി, ഇയദർ ആലർ എന്നിവരാണുള്ളത്. ഡിഫൻസിലേക്ക് റൊണാൾഡോ റൗഹോ, പൗ കുബാർസി, ക്രിസ്റ്റ്യൻസൻ, ജെറാർഡ് മാർട്ടിൻ, ഹ്യൂൾസ് കോണ്ടെ, എറിക് ജോഫ്രെ എന്നിവരുണ്ട്. മധ്യനിരയിലേക്ക് പെഡ്രി, കസാഡോ, ഡാനി ഓൾമോ, ഫ്രങ്കി ഡിയോങ്, ബെർണാൽ, ദ്രോ എന്നിവരാണുള്ളത്. മുന്നേറ്റത്തിലേക്ക് ഫെറാൻ, റോബർട്ട് ലെവൻഡോസ്കി, റാഫീഞ്ഞ, മാർക്കസ് റാഷ്ഫോർഡ്, റൂണി, ടോണി ഫെർണാണ്ടസ് എന്നിവരെയും ഉൾപ്പെടുത്തിയിരിക്കുന്നു. തീർച്ചയായിട്ടും മികച്ച ഒരു സ്ക്വാഡ് തന്നെ. ലമീൻ ഇല്ലെങ്കിലും വിജയിക്കാൻ പറ്റുമെന്നുള്ളത് ഓൾറെഡി അവർ തെളിയിച്ചതാണ്. ആരൊക്കെയായിരിക്കും ആദ്യ 11-ൽ നമ്മളൊന്ന് പരിശോധിക്കുകയാണ്. ഗോൾ കീപ്പറായിട്ട് ജോയൻ ഗാർഷ്യ വരാൻ തന്നെയാണ് സാധ്യത. മറ്റു മാറ്റങ്ങൾക്കൊന്നും ഒരു സാധ്യതയില്ല. പിന്നെ കോണ്ടെ, അറൗഹോ, ക്രിസ്റ്റ്യൻസൻ, ജെറാർഡ് മാർട്ടിൻ അവർ ഡിഫൻസിലുണ്ടാവും. മധ്യനിരയിലേക്ക് വരുമ്പോൾ കസാഡോ, പെഡ്രി, ഓൾമോ എന്നിവരുണ്ടാവും. മുന്നേറ്റത്തിൽ റാഫിജിയും ലെവൻഡോസ്കിയും റാഷ്ഫോർഡും ഉണ്ടാകും. ഇതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന അവരുടെ ഒരു 11. എന്തായാലും ഇപ്പോൾ നിലവിൽ 1-ാം സ്ഥാനത്ത് കുതിക്കുകയാണല്ലോ. റയൽ കളിച്ച് 6 കളിയും വിജയിച്ച് 18 പോയിൻറ്റോടെ നിൽക്കുകയാണ്. ബാഴ്സക്ക് 5 കളി 13 പോയിൻ്റാണ്. ഓൾറെഡി 2 പോയിൻറ്റുകൾ ഡ്രോപ്പായി പോയിട്ടുണ്ട്. അത് ഇനി ആവർത്തിക്കാൻ പാടില്ല. ഈ എവേ മത്സരം വിജയിച്ച് കയറാൻ തന്നെ ഒരുങ്ങി ബാഴ്സ അവരുടെ മൈതാനത്ത്, എതിരാളികളുടെ മൈതാനത്ത് ഇന്ന് രാത്രി ഇന്ത്യൻ സമയം 1 മണിക്ക് ഇറങ്ങുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.